അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇൻഷാ അല്ലാഹ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ വേണ്ടിയിട്ട് ഉദ്ദേശിക്കുന്നത് വിവാഹം എന്നുള്ള ഒരു ടോപ്പിക്കിനെ കുറിച്ചാണ് കേട്ടോ. അപ്പോൾ വിവാഹത്തെക്കുറിച്ച് ഇസ്ലാം എന്ത് പറയുന്നു, വിവാഹ പ്രായത്തെക്കുറിച്ച്, അതുപോലെ തന്നെ ആര് വിവാഹം കഴിക്കണം, എപ്പോൾ വിവാഹം കഴിക്കണം, ഇതിനെക്കുറിച്ചൊക്കെ ഒരുപാട് സംശയങ്ങൾ ഉണ്ടാവില്ലേ നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൽ. ഇതിനെക്കുറിച്ചൊക്കെയാണ് ഇൻഷാ അല്ലാഹ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഈ ഒരു വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് കാണുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വിവാഹത്തെക്കുറിച്ചുള്ള ഇസ്ലാമിലെ എല്ലാ വിധികളും എല്ലാ കാര്യങ്ങളും ക്ലിയർ ആവുമെന്ന് ഞാൻ ഉറപ്പിച്ച് പറയാണ്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കാര്യത്തിലേക്ക് കിടക്കാം. കുടുംബജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചടങ്ങാണല്ലേ വിവാഹം അല്ലെങ്കിൽ നിക്കാഹ് എന്നൊക്കെ പറയുന്നത്. ഇപ്പോൾ അതായത് ഒരു സ്ത്രീയും പുരുഷനും തമ്മിൽ വിവാഹം കഴിക്കുമ്പോൾ ഒരു കുടുംബം തന്നെയാണ്, ഒരു പുതിയ കുടുംബം തന്നെയാണ് അവിടെ ഉണ്ടാകുന്നത്. അപ്പോൾ നമ്മുടെ മനുഷ്യകുലത്തിൻ്റെ നിലനിൽപ്പിന് വിവാഹം അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യമാണെന്ന് വേണമെങ്കിൽ പറയാം. വിവാഹം എന്ന് പറയുന്ന സമ്പ്രദായത്തിന് മഹത്തമായിട്ടുള്ള ഒരുപാട് പ്രാധാന്യം നൽകുന്ന ഒരു മതമാണ് ഇസ്ലാം. വിവാഹത്തിന് ഒരുപാട് പ്രാധാന്യം നൽകുന്നുണ്ട്. അതിന് ഇസ്ലാം ഒരുപാട് ലക്ഷ്യങ്ങളും ഇടുന്നുണ്ട്. അപ്പോൾ മഹത്തമായിട്ടുള്ള ലക്ഷ്യങ്ങൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അതിനു മുമ്പ് ആര് വിവാഹം കഴിക്കണം, എപ്പോൾ വിവാഹം കഴിക്കണം എന്നൊക്കെ ഇസ്ലാം കറക്റ്റായിട്ട് തന്നെ വ്യക്തമായിട്ട് തന്നെ പ്രതിപാദിച്ചിട്ടുണ്ട് കേട്ടോ. വ്യത്യസ്ത മതങ്ങൾ വ്യത്യസ്തമായിട്ടുള്ള രീതിയിലാണ് വിവാഹം നടത്തുന്നത്. അതായത് ക്രിസ്ത്യൻ മതമായിക്കോട്ടെ, ഹിന്ദു മതമായിക്കോട്ടെ, ബുദ്ധമതമായിക്കോട്ടെ, മറ്റ് ഏതൊക്കെ മതങ്ങളായിക്കോട്ടെ, ഓരോ മതത്തിനും വിവാഹത്തിന് ഓരോ രീതികളാണ്. വിവാഹം എന്ന് പറയുന്നത് ഒരു സ്ത്രീയും പുരുഷനും ഒന്നാവുകയാണല്ലോ. ഇതിന് ഓരോരുത്തരും ഓരോ രീതിയാണ് കണ്ടെത്തുന്നത്. പക്ഷേ ഇസ്ലാം അതിന് കണ്ടെത്തുന്ന രീതി എന്ന് പറയുന്നത് നിക്കാഹ് എന്ന് പറയുന്ന ചടങ്ങാണ്. വിവാഹം എന്ന് പറഞ്ഞാൽ ഒരു സ്ത്രീയും പുരുഷനും മാത്രമല്ല, അവരുടെ കുടുംബങ്ങൾ തമ്മിലൂടെ പരസ്പരം ഒന്നാകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നിക്കാഹ് എന്ന് പറയുന്ന ചടങ്ങ് അതിന് അത്യുത്തമമാണ്. രണ്ട് കുടുംബങ്ങൾ തമ്മിലുള്ള ഒന്നുചേരലിന് ഏറ്റവും ഉത്തമമായിട്ടുള്ള ഒരു ചടങ്ങാണ്, അല്ലെങ്കിൽ ഒരു സമ്പ്രദായമാണ്, കർമ്മമാണ് നിക്കാഹ് എന്ന് പറയുന്നത്. അപ്പോൾ നിക്കാഹിലൂടെയാണ് ഇസ്ലാം വിവാഹത്തെ പ്രോത്സാഹിപ്പിക്കുന്നത്, അല്ലെങ്കിൽ ഒരു സ്ത്രീയും ഒരു പുരുഷനെയും തമ്മിൽ ഒന്നാക്കുന്നത്. ഇപ്പോൾ എല്ലാവരോടും വിവാഹം കഴിക്കണം, നിങ്ങൾ വിവാഹം കഴിച്ച് നിർബന്ധമാണ്, വിവാഹം കഴിച്ചേ പറ്റുള്ളൂ എന്നൊന്നും ഇസ്ലാം പറയുന്നില്ല. നമ്മൾ ശാരീരികമായിട്ടും അതുപോലെ തന്നെ മാനസികമായിട്ടും സാമ്പത്തികമായിട്ടൊക്കെ കഴിവുള്ളവനോടാണ് ഇസ്ലാം വിവാഹം കഴിക്കാൻ നിർദ്ദേശിക്കുന്നത്. അല്ലാതെ നിങ്ങളെല്ലാവരും കെട്ടിയേ പറ്റൂ, എല്ലാവരും കല്യാണം കഴിച്ചേ പറ്റൂ എന്ന് ഒരിക്കലും ഇസ്ലാം ആരോടും പറയുന്നില്ല. നമ്മൾ സാമ്പത്തികമായിട്ടും ശാരീരികമായിട്ടൊക്കെ കഴിവുള്ള ആളുകളോടാണ് വിവാഹം കഴിക്കാൻ നിർദ്ദേശിക്കുന്നത്. ഒരാൾക്ക് സാമ്പത്തികമായിട്ടും ശാരീരികമായിട്ടും കഴിവൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ, അദ്ദേഹത്തിന് സാമ്പത്തികമായിട്ടുള്ള ഭദ്രത ഉണ്ടെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് വിവാഹം കഴിക്കൽ സുന്നത്താണ്. ഇനി ഒരാൾക്ക് ആഗ്രഹമുണ്ട്, വിവാഹം കഴിക്കാൻ ആഗ്രഹമുണ്ട്, പക്ഷേ സാമ്പത്തികമായിട്ട് കഴിവില്ല, ഭാര്യയെ നോക്കാനൊന്നും കഴിവില്ല എന്നുണ്ടെങ്കിൽ അയാൾക്ക് വിവാഹം കഴിക്കൽ കറാഹത്താണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അയാൾ നോമ്പ് നോൽക്കലാണ് ഉത്തമം. അയാൾക്ക് കല്യാണം കഴിക്കാൻ അതിയായ ആഗ്രഹം ഉണ്ട് എന്നുണ്ടെങ്കിൽ, പക്ഷേ അയാൾക്ക് സാമ്പത്തിക ഭദ്രത ഇല്ല എന്നുണ്ടെങ്കിൽ അയാൾ നോമ്പ് നോറ്റുകൊണ്ടേ ഇരിക്കലാണ് ഏറ്റവും ഉത്തമം. ഇനി ഒരാൾക്ക് സാമ്പത്തികമായിട്ടൊക്കെ നല്ലോണം ഭദ്രതയൊക്കെ ഉണ്ട്, പക്ഷേ അയാൾക്ക് വിവാഹം കഴിക്കാൻ ഒട്ടും താല്പര്യമില്ലെന്നുണ്ടെങ്കിൽ ആരും അദ്ദേഹത്തെ നിർബന്ധിക്കാനും പോവേണ്ട ആവശ്യമില്ല. അയാൾക്ക് ഇബാദത്തുവൊക്കെയായിട്ട് ഒതുങ്ങി കഴിയലാണ് നല്ലത്. ഇനി അയാൾക്ക് എന്നെങ്കിലും വിവാഹം കഴിക്കണം എന്നുള്ള താല്പര്യം ആഗ്രഹം വരികയാണെന്നുണ്ടെങ്കിൽ അപ്പോൾ അദ്ദേഹത്തിന് വിവാഹം കഴിക്കൽ സുന്നത്തുമാണ്. നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, വിവാഹം എന്ന് പറയുന്ന സമ്പ്രദായത്തെ അതിയായിട്ട് പ്രോത്സാഹിപ്പിക്കുന്ന ഒരു മതമാണ് ഇസ്ലാം എന്നുള്ളത്. അപ്പോൾ അതിന് ഇസ്ലാം മഹത്തമായിട്ടുള്ള ലക്ഷ്യങ്ങൾ ഇടുന്നുണ്ട്. എന്തൊക്കെയാണ് ആ ലക്ഷ്യങ്ങൾ? സന്താനോൽപാദനവും അതുപോലെ തന്നെ മനുഷ്യരാശിയുടെ നിലനിൽപ്പും തന്നെയാണ് ഇസ്ലാം ഇടുന്ന ഏറ്റവും മഹത്തമായിട്ടുള്ള അടിസ്ഥാനമായിട്ടുള്ള ലക്ഷ്യങ്ങൾ. എന്താണ് ഈ മനുഷ്യരാശിയുടെ നിലനിൽപ്പ് എന്ന് പറയുന്നത്? ഒരു സ്ത്രീയും പുരുഷനും തമ്മിൽ വിവാഹം കഴിക്കുമ്പോഴാണ് സന്താനങ്ങൾ ഉണ്ടാവുക, അപ്പോഴാണ് മനുഷ്യരാശിക്ക് നിലനിൽപ്പ് ഉണ്ടാവുക. അപ്പോൾ നമ്മുടെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഖിയാമത്ത് നാളിൽ എൻ്റെ ഉമ്മത്തിൻ്റെ ആൾബലം കണ്ടിട്ട് ഞാൻ അഭിമാനം കൊള്ളും എന്നുള്ളത്. അപ്പോൾ അതിൻ്റെ അർത്ഥം നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാകും. ഇനി ആരെങ്കിലൊക്കെ പിടിച്ച് വിവാഹം കഴിക്കാൻ ഇസ്ലാം ഒരിക്കലും പറയുന്നില്ല. അതായത് ഇപ്പോൾ നമുക്ക് സാമ്പത്തികമായിട്ടൊക്കെ ഭദ്രത ഉണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ വിവാഹം കഴിക്കൽ സുന്നത്താണല്ലോ. അപ്പോൾ ആരെങ്കിലും ഇഷ്ടമില്ലാത്തവരൊക്കെ പിടിച്ചിട്ട് കുടുംബത്തിൻ്റെ നിർബന്ധം മൂലം വിവാഹം കഴിക്കാൻ പറയുന്നില്ല. ഇസ്ലാം പറയുന്നത് എന്താണ്? അയാളോട് രണ്ട് കാര്യങ്ങളാണ് നോക്കാൻ പറയുന്നുള്ളൂ. ഒന്നാമത്തത് സ്നേഹമതി ആയിരിക്കണം ഭാര്യ, അതുപോലെ തന്നെ പ്രജനനശേഷിയുള്ളവരായിരിക്കണം. സ്നേഹമതിയും പ്രജനനശേഷിയുള്ളവരായിരിക്കണം എന്നാണ് ഭാര്യയെക്കുറിച്ച്. അങ്ങനെയുള്ള ഭാര്യയെ ആണ് തിരഞ്ഞെടുക്കേണ്ടതെന്നാണ് ഇസ്ലാം പറയുന്നത്. അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും, മനുഷ്യരാശിയുടെ നിലനിൽപ്പും സന്താനോൽപാദനവും തന്നെയാണ് അതിൽ ഏറ്റവും മഹത്തമായിട്ട് ലക്ഷ്യമിടുന്നത്. അടുത്തത് നമ്മളെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കിലേക്കാണ് പോകുന്നത്, അതായത് വിവാഹപ്രായം എന്നുള്ളത്. ഇപ്പോൾ വിവാഹപ്രായം എന്ന് പറയുമ്പോൾ ഇസ്ലാമിൽ ഒരു പ്രത്യേകമായിട്ടുള്ള പ്രായം, ഇന്ന പ്രായം 18 വയസ്സ് 21 വയസ്സ് ഇങ്ങനെയൊന്നും നിശ്ചയിച്ചിട്ടില്ല. ഇപ്പോൾ നമ്മുടെ കേരളത്തിലാണെങ്കിൽ 18 വയസ്സ് 21 വയസ്സ് ഇതൊക്കെയാണ് വിവാഹപ്രായമായിട്ട് നിശ്ചയിക്കുന്നത്. 18 വയസ്സാകുമ്പോൾ തന്നെ ഇപ്പോൾ അധിക
കുട്ടികളെയും വിവാഹം കഴിച്ച് വിടുകയാണ് ചെയ്യുന്നത്. പെൺകുട്ടികളായിക്കോട്ടെ ആൺകുട്ടികൾ നമ്മളൊരു 20 വയസ്സിന് ശേഷം ഒരു 23, 24, 25 ഈ ഒരു വയസ്സിലൊക്കെയാണ് നമ്മുടെ കേരളത്തിൽ ഇപ്പോൾ നിലവിൽ കേരളത്തിൽ എന്നല്ല ഇപ്പോൾ നിലവിൽ എല്ലാവരും വിവാഹം കഴിച്ച് വിടുന്നത്. പക്ഷേങ്കിൽ ഇസ്ലാമിൽ അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല. ഇന്ന പ്രായത്തിൽ മാത്രമേ വിടാൻ പറ്റൂ, അല്ലെങ്കിൽ ഇന്ന പ്രായത്തിൽ നിർബന്ധമായിട്ടും വിടണം, ഇങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല. വിവാഹത്തിനൊരു പ്രത്യേകമായിട്ടുള്ള പ്രായപരിധി നിശ്ചയിച്ചിട്ടില്ല എന്ന് ചുരുക്കം. പക്ഷേ നമ്മൾ വിവാഹത്തിന് ശാരീരികമായിട്ടും മാനസികമായിട്ടും ഒക്കെ ഒരുപോലെ ഇണങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് വിവാഹം എപ്പോൾ വേണമെങ്കിലും കഴിക്കാം എന്നുള്ളതാണ് സത്യം. അതായത് ഒരാണായിക്കോട്ടെ അതല്ലാന്നുണ്ടെങ്കിൽ ഒരു പെണ്ണായിക്കോട്ടെ അവർക്ക് ഒരുപാട് വലിയ പ്രായമൊന്നും ആയിട്ടില്ല, പക്ഷേ വിവാഹത്തോട് താല്പര്യമുണ്ട് എന്നുണ്ടെങ്കിൽ, ശാരീരികമായിട്ടും മാനസികമായിട്ടും താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് അപ്പം തന്നെ വിവാഹം കഴിക്കുന്നതുകൊണ്ട് ഒരു കുഴപ്പമില്ല. പക്ഷേങ്കിലും പ്രായപൂർത്തിയായതിനു ശേഷമാണ് വിവാഹം കഴിക്കലാണ് ഇസ്ലാമിൽ ഏറ്റവും ഉത്തമമായിട്ട് പറയുന്നത്. പക്ഷേ അതായത് പ്രായപൂർത്തിയായ ശേഷമാണ് കുറച്ചുകൂടി പക്വതയും മെച്യൂരിറ്റിക്ക് എത്തുക. അതുകൊണ്ടാണ് പ്രായപൂർത്തിക്ക് ശേഷം വിവാഹം കഴിക്കലാണ് നല്ലതെന്ന് ഇസ്ലാമിലും പറയുന്നത്. ഇനി പ്രായപൂർത്തിക്ക് മുമ്പേ വിവാഹം നടത്താം, പക്ഷെ അതിൽ എന്തെങ്കിലും ഗുണമുണ്ട് എന്നുണ്ടെങ്കിൽ, അതായത് എന്തെങ്കിലും ഇപ്പോൾ എന്തെങ്കിലും ശാരീരികമായിട്ട് മാനസികമായിട്ട് എന്തെങ്കിലും ആയിട്ടൊരു ഗുണമുണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് പ്രായപൂർത്തിയാകുന്നതിന് മുമ്പും കല്യാണം കഴിക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. എങ്കിലും പ്രായപൂർത്തിയാവാത്ത കന്യകയോട് വിവാഹം നടത്തുമ്പോൾ സമ്മതം ചോദിക്കലാണ് ഉത്തമം. അങ്ങനെ സമ്മതം ചോദിച്ചിട്ട് അവർക്ക് സമ്മതമാണെന്നുണ്ടെങ്കിൽ വിവാഹം നടത്തുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. ഇനി സമ്മതമല്ലെങ്കിൽ ഒരിക്കലും വിവാഹം നടത്തി കൊടുക്കാൻ പാടില്ല. എന്തിനാണ് ഇങ്ങനെയുള്ള വിധികളൊക്കെ ഇസ്ലാം വെച്ചിട്ടുള്ളതെന്ന് വെച്ചാൽ, ഇപ്പോൾ ഈ ഒരു സമ്മതമില്ലാതെ വിവാഹം കഴിക്കുന്ന സാഹചര്യത്തിൽ നിർബന്ധിതയായിട്ട് കുടുംബജീവിതത്തിലേക്ക് കടക്കുകയായിരിക്കും. അങ്ങനെയുള്ള സാഹചര്യം ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഇസ്ലാം ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. ഇനിയും ഉപ്പപ്പ, അതായത് കുട്ടിയുടെ വിവാഹം കഴിക്കേണ്ട കുട്ടിയുടെ ഉപ്പയോ പെൺകുട്ടിയുടെ ഉപ്പയോ ഉപ്പപ്പയോ ഇങ്ങനെ ചെയ്യാണ് ഉത്തമം. ഇനി ഉപ്പയും ഉപ്പപ്പയും അല്ലാത്ത ആൾക്കാർ ഇങ്ങനെ ചെയ്യാൻ പാടില്ല. എങ്ങനെ ചെയ്യാൻ പാടില്ല? കന്യകയായിട്ടുള്ള സ്ത്രീ, പ്രായപൂർത്തിയാകാത്ത സ്ത്രീകളെ, കുട്ടികളെ വിവാഹം കഴിക്കാൻ പാടില്ല. ഉപ്പയോ ഉപ്പപ്പയോ അല്ലാത്തവർ. ഇങ്ങനെ ഉപ്പയോ ഉപ്പപ്പയോ അല്ലാത്ത മറ്റുള്ള ആൾക്കാർ വിവാഹപ്രായമായതിനു ശേഷം എന്ന് പറഞ്ഞാൽ പ്രായപൂർത്തിയായതിനു ശേഷവും ഇവരുടെ സമ്മതത്തോടു കൂടെ മാത്രമേ വിവാഹം ചെയ്തേക്കാൻ പാടുള്ളൂ. ഇപ്പോൾ ഇത്രയൊക്കെ ഞാൻ പറഞ്ഞതിൽ നിന്ന് നിങ്ങൾക്ക് വിവാഹപ്രായത്തെക്കുറിച്ചുള്ള ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാട് എന്താണെന്ന് മനസ്സിലാക്കണം. അതായത് വിവാഹപ്രായം നിർബന്ധമായിട്ടും ഇന്ന പ്രായത്തിൽ നിർബന്ധമായിട്ട് കഴിക്കണം, ഇന്ന പ്രായത്തിൽ കഴിക്കാൻ പാടില്ല എന്ന് ഒരിക്കലും ഇസ്ലാം പറയുന്നില്ല. നമ്മുടെ പക്വതക്കും നമ്മുടെ താല്പര്യത്തിനും നമ്മുടെ ഗുണങ്ങൾക്കും അനുസരിച്ചിട്ടാണ് ഇസ്ലാം അതിനെ നമുക്ക് സ്വതന്ത്രമായിട്ട് വിട്ട് തന്നേക്കുകയാണ്. അപ്പോൾ അതനുസരിച്ചൊക്കെ നമ്മൾ ചെയ്യുക. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് ഇസ്ലാമിൻ്റെ ആ ഒരു ഇത് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഞാൻ അല്ലെങ്കിൽ പ്രായപൂർത്തിയാകാത്ത കുട്ടികളെ വിവാഹം കഴിക്കുന്ന സമയത്ത് അവർക്ക് എന്തെങ്കിലും ഗുണങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ വിവാഹം കഴിക്കാൻ പാടുള്ളൂ, അല്ലെങ്കിൽ ഗുണങ്ങൾ ഉണ്ടെങ്കിൽ വിവാഹം കഴിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഗുണങ്ങൾ ഉണ്ടെങ്കിൽ വിവാഹം കഴിക്കുന്ന സമയത്ത് തന്നെ അങ്ങനെ പ്രത്യേക സാഹചര്യങ്ങളിൽ തന്നെ പ്രായം തികയുന്നതിന് മുമ്പ് വിവാഹം കഴിക്കുന്ന കുട്ടികൾക്ക് അവർ പ്രയാസപ്പെടരുത് എന്ന നിയമമുണ്ട്. അവർ ആ ഒരു പ്രായം തികയാതെ വിവാഹം കഴിച്ചത് മൂലം പ്രയാസപ്പെടരുത് എന്ന് നിയമമുണ്ട്. ഇസ്ലാമികമായിട്ട് പ്രായപൂർത്തിയാകുക എന്ന് പറയുമ്പോൾ എത്ര വയസ്സാണ്, എപ്പോഴാണത് സമയം എന്ന് പറഞ്ഞാൽ അതൊന്നെങ്കിൽ 15 വയസ്സോ ഇനി അതിൽ കുറവോ അതിൽ കൂടുതലൊക്കെ ആയെന്ന് വരും. ഇനി ഇത് ഓരോ വ്യക്തിക്ക് അനുസരിച്ചിട്ടാണ് തീരുമാനിക്കേണ്ടത്. അപ്പോൾ പ്രായപൂർത്തിയായതിനു ശേഷമാണ് വിവാഹം കഴിക്കുന്നത് ഉത്തമം എന്ന് പറയുന്ന സമയത്ത് എപ്പോഴാണ് പ്രായപൂർത്തിയാവുക എന്നുള്ളത് ഒരു കൃത്യമായിട്ടുള്ളൊരിതൊന്നുമില്ല. നമുക്ക് എപ്പോഴാണോ നമ്മൾ പ്രായപൂർത്തിയായി തോന്നുന്നത് അതിനുശേഷം വിവാഹം കഴിക്കണം. അത് ഓരോ വ്യക്തിക്കും അനുസരിച്ചിരിക്കും. അതായത് അത് വ്യക്തി സ്വാതന്ത്ര്യമാണ് എന്നർത്ഥം. തനിക്ക് എപ്പോഴാണോ വിവാഹം കഴിക്കേണ്ടത് ഒരു വ്യക്തിയുടെ സ്വാതന്ത്ര്യമാണ്. നേരത്തെ പറഞ്ഞല്ലോ, അത് അവരോട് സമ്മതം ചോദിക്കണം എന്ന്. അതുകൊണ്ടാണ് പറഞ്ഞത് അത് എപ്പോഴാണെന്നുള്ളത് അവരുടെ വ്യക്തി സ്വാതന്ത്ര്യമാണ്. ഇപ്പോൾ പറയുന്നുണ്ട് വിവാഹപ്രായം 18, 21, ഇങ്ങനെ 18 വയസ്സ് 21 വയസ്സ് എന്നൊക്കെ പറയുന്ന സമയത്ത് ഇപ്പോൾ ഒരു പെൺകുട്ടി ആയിക്കോട്ടെ ആൺകുട്ടി, ഒരു പെൺകുട്ടിയുടെ രക്ഷിതാക്കൾ 18 വയസ്സ് എന്തായാലും കല്യാണപ്രായമാണെന്ന് വിചാരിച്ചിട്ട് 18 വയസ്സാവാൻ കാത്തിരിക്കുമായിരിക്കും ചിലപ്പോൾ ആ കുട്ടീനെ വിവാഹം കഴിച്ചു വിടാൻ. ആ കുട്ടിക്ക് ഒരിക്കലും പക്ഷേ താല്പര്യം ഉണ്ടാവില്ല. അപ്പോൾ ഇതൊക്കെ ഒരു കുട്ടികളെ അനുസരിച്ചിരിക്കും എന്നുള്ളതാണ് ഇസ്ലാമിലുള്ള വിവാഹപ്രായത്തിൻ്റെ കാഴ്ചപ്പാട്. അതായത് വിവാഹപ്രായം എന്ന് പറയുന്നത് ഓരോ വ്യക്തികൾക്ക് അനുസരിച്ചിരിക്കും. എപ്പോഴാണ് അവർക്ക് വിവാഹം കഴിക്കേണ്ടത് അപ്പോൾ അവർക്ക് വിവാഹം കഴിക്കാം. അതാണ് ഇതിൽ ചുരുക്കം. ഇപ്പം മൊത്തത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ അത്രയേ ഉള്ളൂ. ഇനി ഞാൻ പൊതുവായിട്ടുള്ളൊരു കാര്യം പറയട്ടെ. എൻ്റെ അഭിപ്രായത്തിലൊക്കെ ഈ നമ്മുടെ ഭൗതികമായിട്ടായാലും ഇസ്ലാമികമായിട്ടായാലും ഓരോരുത്തരെയും വിവാഹം എന്ന് പറയുന്നത് അവരുടെ വ്യക്തി സ്വാതന്ത്ര്യമാണ്. അതിലൊന്നും നമ്മൾ നിർബന്ധിപ്പിച്ച് വിവാഹം കഴിക്കരുത്. നമുക്കതൊരു ഭാരമായിട്ട് രക്ഷിതാക്കൾക്ക് തോന്നുകയാണെങ്കിലും, വിവാഹം കഴിക്കാതെ നിൽക്കുന്ന ഒരു ഭാരമായിട്ട് തോന്നുകയാണെങ്കിലും അതിനെക്കുറിച്ച് എനിക്ക് എന്താണെന്ന് അറിഞ്ഞൂടാ. എന്തായാലും ഒരു
കുട്ടിയുടെ വിവാഹം എന്ന് പറയുന്നത് അവരുടെ വ്യക്തി സ്വാതന്ത്ര്യമാണ്. അതുകൊണ്ട് തന്നെ നിർബന്ധിപ്പിച്ചിട്ട് വിവാഹം കഴിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക. ഇനി ചിലപ്പോൾ അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാകും കുട്ടികൾ വിവാഹം കഴിക്കണ്ട എന്നാണെങ്കിൽ പറയും, കഴിക്കണം എന്നാണെങ്കിൽ പറയൂല എന്ന്. കഴിക്കണം എന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു കുട്ടിയോട് സമ്മതം ചോദിക്കുകയാണ്, 18 വയസ്സായാലോ അല്ലെങ്കിൽ പ്രായപൂർത്തിയായി കഴിഞ്ഞാൽ തന്നെ കുട്ടിയോട് സമ്മതം ചോദിക്കുകയാണ്, ഉപ്പയോ ഉപ്പപ്പയോ ഇനി അതല്ലാത്ത ആരെങ്കിലും സമ്മതം ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ കുട്ടിയുടെ ഉത്തരം മൗനമാണെന്നുണ്ടെങ്കിൽ ആ കുട്ടി മറ്റൊന്നും പറയുന്നില്ല, മൗനമായിട്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് അവൾക്ക് സമ്മതമാണെന്നാണ് അതിൻ്റെ അർത്ഥം. അതാണ് പുസ്തകങ്ങളിൽ പറയുന്നത്. പ്രവാചക പത്നി ആയിഷ ബീവിയിൽ വളരെ ചെറിയ കുട്ടിയായിരുന്നപ്പോൾ തന്നെ അവരുടെ വിവാഹം കഴിഞ്ഞിട്ടുണ്ട്. ഇതിനെക്കുറിച്ച് നമ്മുടെ ഇസ്ലാമിനെ കുറിച്ച് കൂടുതൽ അറിവില്ലാത്ത ആൾക്കാർ ആയിഷ ബീവിയുടെ വിവാഹമായിട്ട് ബന്ധപ്പെട്ട് പലരും പല അഭിപ്രായങ്ങൾ അല്ലെങ്കിൽ ഇസ്ലാമിലെ വിവാഹപ്രായം പല രീതിയിൽ ചർച്ച ചെയ്യുന്നുണ്ട്. അതായത് ഇസ്ലാമിലെ ആൾക്കാർ നേരത്തെ തന്നെ കല്യാണം കഴിച്ച് വിടണം, അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ ഇസ്ലാമിനെ കുറിച്ച് വളരെ അറിവില്ലാത്ത ആൾക്കാർ അങ്ങനെയൊക്കെ പറയുന്നുണ്ട്. ആയിഷ ബീവിയെ 6 വയസ്സിൽ കല്യാണം കഴിച്ചു എന്നത് ശരിയാണ്. പക്ഷേങ്കിലും ഒരിക്കൽ പോലും ഇസ്ലാം മറ്റുള്ള ആൾക്കാരോട് ഇങ്ങനെ ചെയ്യാൻ പറയുന്നില്ല. അത് അന്നത്തെ സാഹചര്യവും അന്നത്തെ ആ ഒരു സമയത്ത് അത് അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ വിവാഹം കഴിച്ചു കഴിഞ്ഞാൽ ഒരുപാട് ഗുണങ്ങളുണ്ട്. അതിൻ്റെ ഗുണങ്ങൾ വിവരണാതീതമാണ്. അപ്പോൾ ഇതൊക്കെ ഉണ്ടായത് കൊണ്ടാണ് ഇങ്ങനെ വിവാഹം കഴിച്ചത് അന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആയിഷ ബീവി. അപ്പോൾ അത് വെച്ചിട്ട് ആരും ഒരിക്കലും കമ്പയർ ചെയ്യരുത്. അതുകൊണ്ട് തന്നെ ഇസ്ലാമിലെ സ്ത്രീകളെ നേരത്തെ കല്യാണം കഴിച്ച് വിടുക അങ്ങനെയൊന്നുമില്ല. ഇപ്പോൾ ഓവറായിട്ട് കുറച്ച് വയസ്സായ ആൾക്കാരെക്കോട്ടെ ആയിഷ ബീവിനെ 6 വയസ്സിൽ കല്യാണം കഴിച്ചിട്ടുണ്ട്, നിന്നെയും എന്ത് ചെയ്യുക ഒരു 10-14 വയസ്സാകുമ്പോഴത്തേന് കല്യാണം കഴിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെയൊന്നും ഒരിക്കലുമില്ല. അതൊക്കെ അന്നത്തെ സാഹചര്യങ്ങളും അന്നത്തെ ആ ഒരു ഇതുകളൊക്കെ അനുസരിച്ച് ചെയ്തതാണ്. അങ്ങനെയൊന്നും ഇല്ല എന്ന് മനസ്സിലാക്കുക. ഞാനിപ്പോൾ ഇത്രയൊക്കെ പറഞ്ഞതിൽ നിന്നും ഇസ്ലാമിൻ്റെ വിവാഹത്തെക്കുറിച്ചും വിവാഹപ്രായത്തെക്കുറിച്ചുള്ളൊരു കാഴ്ചപ്പാട് നിങ്ങളിലേക്ക് എത്തി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഈ ഒരു വീഡിയോ പ്രധാനമായിട്ടും വിവാഹപ്രായം എത്തിയ കുട്ടികളുള്ള വീട്ടുകാർക്കുള്ള അവർ എപ്പോൾ വിവാഹം കഴിക്കണം എന്നുള്ളതൊക്കെ ആ ഒരു ഇപ്പോൾ ഇസ്ലാമികമായിട്ട് പെൺകുട്ടികളായി കഴിഞ്ഞ് ഒരുപാട് പഠിക്കാനൊന്നും പാടില്ല അങ്ങനെയുള്ള ചില ആളുകളെങ്കിലും ഇപ്പോൾ ഇന്നത്തെ കാലത്ത് അപൂർവമായിട്ടുള്ള ആളുകളെങ്കിലും അങ്ങനെ ഉണ്ടാകും. അങ്ങനെയൊന്നും ഉണ്ടാവാതിരിക്കുക ഒരു വ്യക്തി സ്വാതന്ത്ര്യമാണെന്ന് അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ വീഡിയോ ഞാൻ ചെയ്തത്. അപ്പോൾ എന്തായാലും എല്ലാവർക്കും യൂസ്ഫുൾ ആകുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ മാക്സിമം നിങ്ങളുടെ കുടുംബങ്ങളിലേക്കും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. എല്ലാവർക്കും യൂസ്ഫുൾ ആകട്ടെ ഇന്നത്തെ ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ എന്തായാലും ഞാൻ പറഞ്ഞ പോലെ തന്നെ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നല്ലൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം വരുന്നത് വരെ എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.